ഹലോ. ഓരോ പെൺകുട്ടികളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആയിട്ടാണ് ഓരോ വീടുകളിൽ കയറി ചെല്ലുന്നത്, അല്ലേ? ഓരോ വീടുകളിലേക്ക് വന്നു കയറുന്നത് അവരുടെ സ്വപ്നങ്ങൾ, അവരെ സംരക്ഷിക്കുന്ന ആളുകളും ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഓരോ കുടുംബത്തിലേക്കും ചെന്ന് കയറുന്നത്. പക്ഷെ ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെടാൻ കുറച്ച് ദിവസങ്ങൾ മതി, കുറച്ച് നാളുകൾ മതി. എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമല്ലേ? എല്ലാ വഴക്കിൻ്റെ ഉറവിടം കൊണ്ടുവന്ന കുട്ടിയുടെ സ്വർണത്തിൽ കൈവയ്ക്കുമ്പോഴാണ്. ആണോ അല്ലയോ? അല്ലേ? ഈ പെൺകുട്ടി അണിഞ്ഞുകൊണ്ട് വരുന്ന സ്വർണം അവരുടെ വീട്ടുകാർ, ആ കുട്ടിയുടെ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. ചെന്നേറിയ വീട്ടുകാർക്ക് വെറുതെ ഇരുന്നപ്പോൾ കിട്ടിയതല്ലേ? അവർ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതല്ലോ. ആണോ? അവർ വേർപ്പൊഴുക്കിയിട്ട് കിട്ടിയതാണോ? അല്ല, അല്ലേ? അവരെ മകനെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച്, അല്ലേ? കഷ്ടപ്പെട്ടത് ഇവിടെ, നഷ്ടപ്പെടുന്നത് അവിടെ. പെൺകുട്ടിക്ക് വേണ്ടിയായിരിക്കില്ല. മിക്ക വീടുകളിലും പെൺകുട്ടികളുടെ സ്വർണം നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ചോദിക്കുകയും പറയുകയൊന്നും വേണ്ട, എല്ലാവർക്കും ഒരു ഉത്തരം എന്താണെന്നറിയോ? ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് ചോദിക്കാൻ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവകാശമില്ല, അധികാരവുമില്ല. ഞങ്ങൾ അത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അത് ചോദിക്കാൻ ഈ പെൺകുട്ടിക്കോ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ളതാണ് മിക്ക ആൺകുട്ടികളുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന ഉത്തരം. അവർ നശിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഇതല്ല. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ അവിടെ ചോദ്യം വരുന്നില്ല. മറിച്ച് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കടം വീട്ടാൻ, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് എടുത്ത് ചിലവാക്കിയിട്ട് അവസാനം ഈ കുട്ടിയോട് പറയും, നിത്യചെലവിന് വേണമെങ്കിൽ നീ പണിയെടുത്തുണ്ടാക്കി. ഈ കുട്ടിക്ക് ഒന്നുമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു വരുമാന മാർഗമല്ലേ ഈ സ്വർണം എന്ന് പറയുന്നത്, അല്ലേ? ഈ കുട്ടിയുടെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ വരുമ്പോൾ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.